PC ജോർജ് വീണ്ടും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. പല കറങ്ങാട്ട് പോയത് ഇപ്പം തന്നെ കല്യാണത്തിന് പോയതാ. ഇത് 100 വർഷമേ ഇത് പറയുന്ന ഒരു പിതാവ്. അത് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പള്ളിക്കാപ്പുറ പിതാവിൻ്റെ ചേട്ടൻ 96-ാമത്തെ വയസ്സിൽ മരിക്കുകയും. അപ്പോൾ അടക്കിന് ഞാൻ അവിടെ ചെന്നിരിക്കുക. അപ്പം ഞാൻ ഡെഡ് ബോഡി അവിടെ പുറയുന്നു എന്ന് തന്നെ ആരോ കെട്ടിപ്പിടിച്ചു. ഞാൻ നോക്കി പിതാവാണ്. നല്ല ആരോഗ്യമാണ്. ഇന്നിപ്പോൾ പുള്ളിക്ക് കാലിന് മുട്ടിന് പൊട്ടലുണ്ടായിട്ടുണ്ട്. ആ ഒരു പ്രശ്നമുള്ളൂ. എങ്കിലും എല്ലാ കാര്യവും ഓർമ്മയുണ്ട്. നല്ല സുന്ദരനായിട്ടിരിക്കുന്നു. ഞാൻ രാഷ്ട്രീയം പറയാൻ വന്നല്ലേ. നിനക്ക് ഇതല്ല വേറെ ചിന്തയുണ്ട്. ഞാൻ ഇത് മെത്രാൻ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും കുറേ കൊന്തയും കിട്ടുകാത്ത സൈസ് കൊന്തയൊക്കെ തന്നു. അതൊക്കെ മേടിച്ചു. വളരെ സന്തോഷം. പിതാവിൻ്റെ ആശംസയെ അനുഗ്രഹിച്ചു. തല കൈ വെച്ച് അനുഗ്രഹിച്ചു. എനിക്ക് പോളി ദീപിക എന്നെ ആരും ഫാരിസ് ഔക്കറുടെ പത്രം അതിൻ്റെ കാര്യം എന്നോട് ചോദിക്കല്ലോ കേട്ടോ. ബിഷപ്പ് ഇത് സംശയമുണ്ടോ? അത് അങ്ങനെ 2-3 ഉള്ളു. നീ ഞാൻ ഇന്നലെ പറഞ്ഞ കിട്ടു 2-3 ഉള്ളൂ. അത് അവരുടെ വാപ്പായെ പറ്റി എഴുതിയിരിക്കുന്നത്. അത് പാരീസ് ഔക്കറാണല്ലോ. പാരീസ് ഔക്കറിന്റെ പത്രമല്ലേ, അവന്റെ വാപ്പായെ പറ്റി അവൻ എഴുതിയതാണ്. പാരീസ് ഔക്കറിന്റെ ആണെന്നുള്ളത് എനിക്കറിയാമല്ലോ. പിന്നെ പോട്ടെ. നീ ഏതാ? നീ ജനിച്ച നിന്റെ അപ്പനെ മാറ്റുമോ? നീ എനിക്ക് സൗകര്യമില്ല. അങ്ങ് ചെല്ല് വർത്താനം പറഞ്ഞു. ഇങ്ങനെ കുറേ ഉണ്ടേ ഈ ഇത്തിക്കണ്ണിയായിട്ട് ഗുണമില്ലാത്തവന്മാർ. മാന്യമായിട്ട് ഇറങ്ങി വന്നത് മാന്യമായിട്ട് സംസാരിക്കാൻ പറ്റേ. ഉടനെ മറ്റു വർത്താനം പറയാവോ? സഭയായിട്ട് എനിക്ക് ഒരു പ്രശ്നമില്ല. സഭയായിട്ട് പ്രശ്നമില്ലെന്നല്ല. സഭയുടെ പിതാക്കന്മാരെല്ലാം ബഹുമാനമാണ്. പക്ഷെ പിതാക്കന്മാർ ഈ നന്ദികേട് കാണിച്ച് രാഷ്ട്രീയം കളിച്ചാൽ ഞാൻ വർത്തമാനം പറയും. ഇനിയും പറയും. ഇത്തവണ മഠത്തിൽ വിളിച്ചു പറഞ്ഞായിട്ട് അറിഞ്ഞ് അങ്ങേര് മാത്രമാണ്. അതാ ഞാൻ അങ്ങേര് ചൂടായി വർത്താനം. അത് മനസ്സിലാക്കണം. കാഞ്ഞിരപ്പള്ളി രൂപതയ്ക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്തിട്ടുള്ള ഒരു പൊതുപ്രവർത്തനമാണ്. ആ എനിക്കെതിരായിട്ട് മഠത്തിലോട്ട് വിളിച്ചു പറഞ്ഞ പിതാവ് പറഞ്ഞാൽ വോട്ട് കിട്ടുമോ? പിതാവ് നാണക്കെട്ടില്ലേ? ഒറ്റ സിസ്റ്റർ പറഞ്ഞല്ലേ ഞാൻ അറിഞ്ഞത്. സിസ്റ്റേഴ്സ് തന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ പിതാവ് ഇങ്ങനെ പറഞ്ഞത് എന്ത് മര്യാദകളാ ഇത്. അത് അപ്പോൾ സിസ്റ്റേഴ്സ് അറിയാമല്ലോ ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ എന്ത് വേണ്ടി പിതാക്കന്മാർ സ്ട്രോങ് സ്റ്റാൻഡായിരുന്നു. അല്ല പിതാവല്ല സിസ്റ്റേഴ്സ് പല വോട്ടും കിട്ടിയോ? പിതാവ് എന്തിനാണ് നാണക്കേട് കാണിക്കാൻ പോയി? ഞാൻ അതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ചില്ല. അതല്ല ഞാൻ പറയുന്നത്. പിതാവ് ഇതേ കള്ളങ്ങാട്ട് പിതാവുണ്ട്. പുള്ളി ആർക്കെങ്കിലും വോട്ട് ചെയ്യാൻ പറയുന്നുണ്ടോ? വോട്ട് ചെയ്യാതിരിക്കാൻ പറയുന്നില്ലല്ലോ. എന്തൊരു ഐശ്വര്യമാണ്. ഞാൻ പറഞ്ഞു എനിക്ക് എന്നെ അനുകൂലിച്ച് മെത്രാന്മാർ വർത്താനം പറയണമെന്ന് ഞാൻ പറയാല. നീയല്ലേ ചോദിച്ചു? ഞാൻ പറയാല. പേടിക്കണ്ട. എനിക്ക് മെത്രാന്മാർ പിന്തുണയും വേണ്ട. അത് ശരിയല്ലെന്ന് എൻ്റെ അഭിപ്രായം. കാരണം പിതാക്കന്മാരെന്ന് പറഞ്ഞാൽ എപ്പോഴും അവർ സഭയുമായി ബന്ധപ്പെട്ട് പോകേണ്ടവരാണ്. അപ്പം സഭയിൽ ക്രിസ്ത്യൻ സഭയായത്. ആ സഭയ്ക്കകത്ത് എല്ലാ രാഷ്ട്രീയക്കാരും കാണും. എന്നിട്ട് നമ്മുടെ സഭ നേതൃത്വം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു. വല്ല കാര്യമുണ്ട്. ഇടപെടാൻ പാടില്ല. ഈ വിചാരിച്ച വോട്ട് BJPക്ക് വരാത്തതുകൊണ്ടാണ് ജോർജേട്ടനും ഷോണും ഒക്കെ പറഞ്ഞുള്ളൊരു നരേറ്റീവ് കൂടിയുണ്ട്. അതാരാ പറഞ്ഞത്? അല്ല അങ്ങനെ പറയുന്നതാണ്. നീ അത് ഉള്ളത്തരം പറയണ്ട. നീ അതിൽ കൂടണ്ട. ഇഴയതി ഞാനും ഷോൺ ജോർജും കേരള നിയമസഭയെ കാണും. നീയൊക്കെ അന്നേരം കാണാൻ ഞാൻ കാണിച്ചു തരാം. വിളിക്കുന്ന എല്ലാം സന്തോഷമാണ്. വിളിക്കുന്ന ഇന്നലെ കണ്ടിന്യൂസ് ആയിട്ട് പുറേ താഴെ വന്ന് പാലാ ബിഷപ്പിനെ കാണാൻ എത്തിയതാണ് PC ജോർജ്. പതിവ് പോലെ അദ്ദേഹത്തിൻ്റെ സ്ഥിരം വാക്പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനെതിരെയാണ് പറഞ്ഞത്. അല്ലാതെ എല്ലാ പിതാക്കന്മാർക്കും എതിരെയല്ല തൻ്റെ അഭിപ്രായം. അവിടുത്തെ കന്യാസ്ത്രീകളോട് വിളിച്ച് വോട്ട് ചെയ്യരുത് എന്നാവശ്യപ്പെട്ടു, അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട സാഹചര്യത്തിലായിരുന്നു തൻ്റെ പ്രതികരണം. ബിഷപ്പുമാരുമായോ സഭയുമായോ തനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്നതാണ് ഇന്നത്തെ PC ജോർജിൻ്റെ നിലപാട്.